മോർണിംഗ് ഓൾ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് യൂണിവേഴ്സിൻ്റെ ആഗ്രഹത്തിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഏഞ്ചൽസിന് നമ്മളോട് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക, നെഗറ്റീവായിട്ടുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യുക. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളിൽ പലരും ലൈഫിൽ ഒറ്റപ്പെട്ടു പോയവരാണ്. ഒരാളെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. പക്ഷേ പകുതി പേരെങ്കിലും റീഡിംഗ് മാത്രം കാണാൻ വരുന്നവരുമുണ്ട്. ചിലരാണെങ്കിൽ റീഡിംഗ് കേട്ട് ഇഷ്ടപ്പെട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. ചിലരാണെങ്കിൽ ഒന്നും ചെയ്യില്ല, ചുമ്മാ റീഡിംഗ് കേട്ടിട്ട് പോകും. ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് കേട്ടോ, അതിൽ ഞാൻ ഒന്നും പറയാനില്ല. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യാം. എനിക്ക് ഈ ഒരു ചാനലുകൊണ്ട് ഒരുപാട് പേരോടൊന്ന് കണക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുമുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ഞാനൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുക. പക്ഷെ ഞാൻ ഈ കഥ ലാസ്റ്റേ പറയുന്നുള്ളൂ, റീഡിങ്ങിന് ശേഷം മാത്രം. കാരണം റീഡിങ് മാത്രം കേട്ട് സ്കിപ്പ് ചെയ്ത് പോകേണ്ടവർക്ക് അതൊരു ശല്യമാവും. ഞാൻ അതിൻ്റെ ഇടയിൽ കയറി കഥ പറഞ്ഞു. അതുകൊണ്ട് ലാസ്റ്റിലാവുമ്പോൾ അവർക്ക് റീഡിങ് കഴിയുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ. 100 പേരിൽ ഒരാളെങ്കിലും ഒന്ന് ഹീലായി ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് മാത്രം കേട്ടോ ഈ ഒരു കഥ പറയുന്നത്. അപ്പം നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം, യൂണിവേഴ്സിൻ്റെ ആഗ്രഹത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഒരു 3 തവണ, അതായത് ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങളിരിക്കുക. ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കുക, ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പതുക്കെ കളയുക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ മൂക്കിൻ്റെ അറ്റമില്ലേ, ആ ടിപ്പിൽ നമ്മൾ കോൺസെൻട്രേഷൻ മൊത്തം കൊടുക്കുക. അപ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്ന നമ്മൾ ഫീൽ ചെയ്യണം നമ്മുടെ മൂക്കിലൂടെ. അങ്ങനെ ശ്വാസം പുറത്തേക്ക് കളയുക. എന്നിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നിങ്ങളുടെ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച്, നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ദൈവത്തോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്. അത് ഈ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് തുടങ്ങാം. ഈ വീഡിയോ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമുക്ക് ഷഫിൾ ചെയ്യാം. സോറി, അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. Angels, please guide the viewers. Angels, please guide the viewers. അപ്പോൾ ഇതാണ് ഏഞ്ചൽസിന് നമ്മളോട് പറയാനുള്ള ഗൈഡൻസ്. ഇത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങളിതിൽ പോസിറ്റീവ് മാത്രം എടുക്കുക, നെഗറ്റീവ് നിങ്ങൾ വിട്ട് കളയുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ലുക്ക് ഫോർ എ സൈൻ എന്നാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ലുക്ക് ഫോർ എ സൈൻ എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഏഞ്ചൽസിൻ്റെ ഉത്തരം. ഇതിൽ നിന്ന് എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ചോദ്യത്തിന്, അതായത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചല്ലോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഗൈഡൻസ് തരാനാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരമാണ് ഏഞ്ചൽസ് തന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരു അർത്ഥമുള്ള അടയാളങ്ങൾ ഏഞ്ചൽസ് എപ്പോഴും കാണിച്ചു തരുന്നു. അതിപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഉടനടി കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് പല അടയാളങ്ങളും നിങ്ങൾക്ക് ഏഞ്ചൽസ് കാണിച്ചു തരും. പക്ഷെ പലരും ഈ അടയാളങ്ങൾ കാണുമ്പോൾ അത് തിരിച്ചറിയാതെ പോകാറുണ്ട്. ആ സമയങ്ങളിൽ അതേ അടയാളങ്ങൾ മറ്റു രീതിയിലൂടെ, മറ്റൊരു സിറ്റുവേഷനിലൂടെ ഏഞ്ചൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരും.
അപ്പോൾ ഈ രണ്ടും അടയാളങ്ങളും ഒരുപോലെ വരുമ്പോൾ പക്ഷെ അപ്പോഴും അത് ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് രണ്ട് അടയാളങ്ങൾ കാണുമ്പോൾ അത് വെറും ഒരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണെന്ന് ചിന്തിക്കാതെ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അടയാളമാണ്, അതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു അടയാളമാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വെള്ള തൂവൽ, ഈ തൂവൽ കിട്ടുമ്പോൾ ചിലർ പണ്ട് കുട്ടികളൊക്കെ ആയിരുന്ന സമയത്തൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ തൂവൽ കിട്ടുന്ന മാലാഖമാർ കൂടെ ഉണ്ടെന്നുള്ള അർത്ഥം, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ വേറെ ചിലരെന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇതാക്കാം. ആ നിങ്ങളുടെ നല്ലൊരു സമയത്ത്, കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു നെഗറ്റീവ് നമ്മളിലേക്ക് വരുന്ന കാലമാണ്, അതല്ല വേണ്ട, അതിന് മുമ്പേ ഉള്ള സമയം എടുത്തോ. ആ സമയങ്ങളിൽ നിങ്ങൾക്കൊരു ലൈഫിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പേഴ്സൻ്റെ അടുത്ത് എത്തുമ്പോൾ അതാരും ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബക്കാരാവാം, ഫ്രണ്ട്സാവാം, ലവേഴ്സാവാം, എങ്ങനെയോ ആയിക്കോട്ടെ, എടുത്തുന്ന സമയത്ത് ഒരു പ്രത്യേക തരം സ്മെല്ലുണ്ടാവും, ഒരു മണം, നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നൊരു മണം. അപ്പം അങ്ങനെയുള്ളൊരു മണം നിങ്ങളിലേക്ക് ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് ആ സ്മെല്ല് വരുവാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച പ്രത്യേക തരം അടയാളങ്ങളുണ്ടാവും, നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നത്. എല്ലാവർക്കും ഒരേ അടയാളം തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടയാളങ്ങളായിട്ട് പലതും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാതെ ആ അടയാളത്തിനെ പറ്റിയിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറഞ്ഞത്. പല അവസരങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരും, പക്ഷെ നമ്മളതെല്ലാം അടുത്തതാവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളയാതെ അവസരങ്ങളോട് നമ്മൾ ഒരു ഇത് കാണിക്കുക. അങ്ങനെയാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റീഡിങ് നിർത്തുവാണ്. അപ്പം എല്ലാവരും ജീവിതത്തിൽ സയൻസ്, അതായത് അടയാളങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ദൈവം നമ്മുടെ മുമ്പിലൊക്കെ അടയാളങ്ങൾ തരുമ്പോൾ അത് മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും നമ്മൾ മാത്രം ലൈഫിൽ പിന്നോട്ടേക്ക് സഞ്ചരിക്കുന്ന പോലെ ആയിപ്പോകും. അപ്പം നല്ല തീരുമാനത്തോടെ എല്ലാവരും മുമ്പോട്ട് പോവുക. അപ്പം ഞാൻ എൻ്റെ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, ആ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർ കേൾക്കുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഒരു വ്യക്തിയുടെ കഥയാണിത്. ആ വ്യക്തിയും അവരുടെ കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഭയങ്കര ആഘോഷകരമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ അവരൊരു ബോട്ട് യാത്രയിൽ പോകും. അവർ മദ്യപിക്കും, അങ്ങനെ ഒത്തിരി ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അത്. ആ വ്യക്തിയുടെ ലൈഫിൽ വെച്ച് അയാൾ ഒത്തിരി ആഘോഷിച്ചിരുന്നൊരു വ്യക്തിയാണ് ലൈഫിൽ. അങ്ങനെ അവർ ഫ്രണ്ട്സ് ഈ കടൽ യാത്രയിൽ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ ബോട്ട് മറിയാണ്. ബോട്ട് മറിഞ്ഞിട്ട് അയാളുടെ കൂട്ടുകാരൊക്കെ മരിച്ചു പോകും. ഈ വ്യക്തി ഒരു തിരയടിച്ച് ഒരു ഐലൻഡിലേക്ക് എത്തുവാണ്. ആ ഐലൻഡിൽ എത്തിക്കഴിയുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഒന്നുമില്ല, ലൈഫിലൊന്നുമില്ല. അയാൾ വട്ടപ്പൂച്ചയായി. അയാൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനോ നാട്ടിലേക്ക് പോകാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ്. ഒരു മൊബൈൽ ഫോൺ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒന്നേന്ന് അയാൾ തുടങ്ങണം. വെറും സീറോയിൽ നിൽക്കുന്ന ആ വ്യക്തി ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെ അയാൾ ആ ഒരു നാട്ടിൽ എന്തായാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ, മരിക്കുന്നവരെ. അങ്ങനെ അയാൾ ആ കാട്ടിൽ ജീവിക്കുകയാണ്, ആ ഒരു ഐലൻഡിൽ. അയാൾ അവിടെ പല ഓലകളും എടുത്ത് അയാളൊരു കുടിൽ പോലെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അയാളത് മെടഞ്ഞ് ഒരു കുടിലുണ്ടാക്കി അവിടെ താമസിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ പുതപ്പും കാര്യമൊന്നുമില്ല, ഈ മുങ്ങിപ്പോയ ആ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം രാത്രി തണുക്കുന്ന സമയത്ത് ഇങ്ങേര് മറ്റേ ചണ്ടികളെല്ലാം കൂട്ടി വെച്ചിട്ട്, കുറേ ഇലകളും ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് തീ കായുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചൂടിലാണ് അയാളൊന്നൊരു ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഭക്ഷണത്തിന് പറയുകയാണെങ്കിൽ മീനിനെ അങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പിടിക്കുക, അല്ലെങ്കിൽ കാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് ആൾ കഴിച്ചിട്ടൊക്കെയാണ് ജീവിച്ചത്. അപ്പോൾ അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട്ടിലൂടെയാണ് ആൾ മുമ്പോട്ട് പോയത്. ആ സമയത്ത് ഒരു ദിവസം രാത്രി ഇയാൾ ഇതുപോലെ തീ കാഞ്ഞിട്ട് അവിടെ നല്ല ഒരു ആശ്വാസമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ഈ തീ കത്തി 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 ഇയാളുടെ കുടിലിൽ തീ പിടിക്കുകയാണ്. അങ്ങനെ ഈ കുടിൽ മൊത്തം
കത്തി നശിച്ചു പോകും. അപ്പോഴാണ് ഇയാളത് ഉണരുന്നത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടവും, കാരണം അയാൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു കുടിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അയാൾ അവിടെ കിടന്നിട്ട് ദൈവത്തോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് എന്നോട് മാത്രം ഇങ്ങനൊരു വിധി ചെയ്ത്? എൻ്റെ വീട് നഷ്ടപ്പെട്ടു, എൻ്റെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ല, ഒന്നുമില്ല, എന്നെ വെറും വട്ടപൂജ്യത്തിലാക്കി, ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി, അതും എന്നെ നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ വല്ലാതെ ദൈവത്തോട് വഴക്കൂടും. അതിനുശേഷം അയാൾ കരഞ്ഞ് കരഞ്ഞ് കിടന്നുറങ്ങിപ്പോൾ. അങ്ങനെ ഉറങ്ങുമ്പോഴാണ് ഒരു ബോട്ട് അവിടേക്ക് ആ ഐലൻഡിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു വ്യക്തി ഇറങ്ങി വരും. വന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും, കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യനൊക്കെ തന്നെ കാണുന്നത്. അങ്ങനെ ഇയാൾ ഭയങ്കര ഓടിപ്പോയിട്ട് ആ വ്യക്തിയോട് ചോദിക്കും, നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വന്നാണോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാനിവിടെ ഉണ്ട്? അപ്പോൾ ഈ വ്യക്തി ഇയാളോട് പറയുന്ന, ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കടലിൽ വന്നതാണ്. ആ സമയത്ത് ദൂരേന്ന് ഈ കാട്ടിൽ പുക ഇങ്ങനെ വല്ലാതെ പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ആകാശത്ത്. അപ്പോൾ തീ പിടിച്ചതാണെന്ന് വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ തീ കത്തുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ആരോ ഈ കാട്ടിലുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സിഗ്നൽ തരുവാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷവും, കാരണം ഇയാൾ ദൈവത്തെ ഒരുപാട് കുറ്റം പറയുന്നത് എന്തിനാണ്? ദേഷ്യപ്പെട്ടിട്ട് ഇയാളുടെ എല്ലാം പോയല്ലോ. പക്ഷെ അവിടെ തീ പിടിച്ചത് എന്താണ്? ഇയാളുടെ ലൈഫിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വന്നു ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ വ്യക്തിനെയും കൊണ്ട് ഇവർ തിരിച്ച് നാട്ടിലേക്ക് പോകും. അങ്ങനെ അയാളുടെ സ്വന്തം വീട്ടിലെത്തി വീട്ടുകാരെ കാണുന്നു. അയാൾ വീണ്ടും പഴയൊരു ഹാപ്പി ലൈഫിലേക്കാണ് എത്തി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഞാൻ ഈ കഥ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയില്ല, അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഒഴിവാക്കി കളയും. പക്ഷെ അങ്ങനെയല്ല, ദൈവം ഈ യൂണിവേഴ്സിനോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ആ ആവശ്യം ആത്മാർത്ഥതയും സത്യസന്ധമാണെങ്കിൽ യൂണിവേഴ്സ് അതെങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും. അത് എത്തിച്ചു തരാൻ വേണ്ടി ചിലപ്പോൾ പല റിസ്ക്കുകളുണ്ടാവും. ആ റിസ്ക്കുകളിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് മുതൽ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നല്ലൊരു നാളേക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഇന്നത്തെ വിഷമമൊക്കെ ഇന്ന് തീരും. നാളെ അത് ഇതിനേക്കാൾ ഇരട്ടി സന്തോഷമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പം താങ്ക് യു.